എല്ലാവർക്കും നമസ്കാരം. ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രധാനമായും 3 കാറ്റഗറിയിലാണുള്ളത്. ഒന്ന്, ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിനുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ 1/2 ഘനമീറ്റർ മുതൽ 6 ഘനമീറ്റർ വരെ വിവിധ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ ലഭ്യമാണ്. അത് ഓരോ വീടുകളിലും ഉള്ള അംഗങ്ങളുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ വലിപ്പത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളാണ്. അത് ഓരോ സ്ഥാപനങ്ങൾക്കും, സർക്കാർ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഇതര സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും അവിടെ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സംസ്കരിക്കുന്നതിന് അനുയോജ്യമായ വലിപ്പത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ആ ഒരു കാറ്റഗറിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി വ്യാവസായിക ബയോഗ്യാസ് പ്ലാന്റുകളാണ്. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് ആ ബയോഗ്യാസ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം, വാഹന ഇന്ധന ഉൽപ്പാദനം, അതല്ലെങ്കിൽ പ്രകൃതിവാതകത്തിന് തുല്യമായ അളവിൽ ബയോഗ്യാസിനെ പ്യൂരിഫൈ ചെയ്ത് പ്രകൃതിവാതക ലൈനുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാം. ഈ 3 പ്രോഗ്രാമാണ് കൊമേഴ്ഷ്യൽ കാറ്റഗറിയിൽ വരുന്നത്. ഇങ്ങനെ 3 കാറ്റഗറിയിലും കൊമേഴ്ഷ്യൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ച് വരുന്നു. ബയോഗ്യാസ് പ്ലാന്റ് അല്ലേ ഇത്, വേസ്റ്റ് സംസ്കരിക്കുന്നതിനുള്ള ഉപാധിയല്ലേ, റിപ്പയർ വരുമ്പോൾ സംസ്കരിച്ചാൽ പോലെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്ലാന്റിന് ഒരു റിപ്പയർ ഉണ്ടായി, ഒരു കേടുപാട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നതിനുള്ള ടെക്നീഷ്യനെ അറിയിച്ച് ആ ടെക്നീഷ്യൻ വന്ന് ഇത് പരിഹരിക്കുന്നത് വരെയുള്ള സമയം ബയോഗ്യാസ് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് ദിവസേന ആദായം നൽകുന്ന ഒരു സംവിധാനം, ഒരു ഗാർഹിക ഉപകരണം എന്നുള്ള നിലയ്ക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ ഒരു ദിവസം പോലും പ്രവർത്തനരഹിതമായി ഇരിക്കാൻ പാടില്ല എന്ന തരത്തിൽ പ്ലാന്റുകൾ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ലാഭകരം. ബയോഗ്യാസ് പ്ലാന്റുകളിൽ സർവീസ് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ റിപ്പയർ വരാതെ സൂക്ഷിക്കുന്നതിന് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് സാങ്കേതിക വിദഗ്ധർ തന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്ലാന്റ് പ്രവർത്തിപ്പിക്കുക. പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ പരമാവധി വലിപ്പം കുറഞ്ഞ തരത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക. അതായത് ജൈവാവശിഷ്ടങ്ങൾ വലിപ്പം കൂടിയതാണെങ്കിൽ അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് വലിപ്പം കുറഞ്ഞ ജൈവാവശിഷ്ടങ്ങളാക്കി പ്ലാന്റിൽ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കേടുപാടുകൾ ഒഴിവാക്കാൻ അവലംബിക്കേണ്ട മാർഗം. പിന്നെ പ്ലാന്റിൽ നിക്ഷേപിക്കാൻ പാടില്ലാത്ത കാറ്റഗറിയിലുള്ള വേസ്റ്റ് ഒന്നും തന്നെ പ്ലാന്റിൽ നിക്ഷേപിക്കാതിരിക്കുക. ഇത് രണ്ടും കൂടാതെ ചെയ്യാവുന്ന ഒരു കാര്യം, എല്ലാ പ്ലാന്റുകളിലും ഒരു റെഗുലർ സർവീസ് ചെയ്യുക. റെഗുലർ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ടെക്നീഷ്യനെ കൊണ്ട് പ്ലാന്റ് പരിശോധിപ്പിച്ച് കേടുപാടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ ഓരോ ബയോഗ്യാസ് പ്ലാന്റുകളും ഒരു ദിവസം പോലും പ്രവർത്തനരഹിതമായി കിടക്കാതെ എല്ലാ ദിവസവും പാചക ഇന്ധനം സൗജന്യമായി ഉൽപ്പാദിപ്പിച്ച് തരുന്ന ഒരു ഗാർഹിക ഉപകരണമായി പ്ലാന്റുകൾ പ്രവർത്തിച്ചു വരും. ഒരു ബയോഗ്യാസ് പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ അതിന് പ്രവർത്തിപ്പിക്കുന്നതിന് ഉയർന്ന സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണോ എന്ന ചിന്ത സാധാരണ ജനങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. വളരെ ലളിതമായി ഗാർഹിക ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് പാചകവാതകം ഉൽപ്പാദിപ്പിക്കാവുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. പ്ലാന്റിൻ്റെ ഗുണഭോക്താക്കൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഒരു ബക്കറ്റ് സൂക്ഷിക്കുക, അതിൽ ദിവസേന കിട്ടുന്ന ജൈവ അവശിഷ്ടങ്ങൾ ആ ബക്കറ്റിൽ ശേഖരിക്കുക. ഇങ്ങനെ ശേഖരിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഒരു ക്രഷർ ഉപയോഗിച്ച് ക്രഷ് ചെയ്തിട്ട് ശേഖരിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇതോടൊപ്പം ദിവസേന ലഭിക്കുന്ന ജൈവ മലിനജലം, അതായത് മത്സ്യമാംസാദികൾ കഴുകുന്ന വെള്ളം, ധാന്യങ്ങൾ കഴുകുന്ന വെള്ളം, കഞ്ഞിവെള്ളം, ഇതെല്ലാം ഈ ബക്കറ്റിൽ കളക്ട് ചെയ്ത വേസ്റ്റിനോടൊപ്പം തന്നെ ഒഴിച്ച് ഒരുമിച്ച് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്ലാന്റിലേക്ക് ഇൻലെറ്റിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ വേഗത്തിൽ സംസ്കരണം നടക്കുന്നതായിട്ട് കണ്ടുവരുന്നു. എന്ന് പറയുമ്പോൾ ജൈവാവശിഷ്ടങ്ങൾ മാത്രം പ്ലാന്റിൽ നിക്ഷേപിച്ചിട്ട് വേസ്റ്റ് വാട്ടർ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഇതൊരു ബക്കറ്റിൽ കളക്ട് ചെയ്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് പ്ലാന്റിലേക്ക് ഒഴിക്കുന്നതാണ് ഏറ്റവും കാര്യക്ഷമമായ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് സഹായിക്കുന്നത്. ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും പരമാവധി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്ലറിയുടെ ശരിയായ വിധത്തിലുള്ള ഉപയോഗം. സാധാരണഗതിയിൽ
ഒരു ബയോഗ്യാസ് പ്ലാന്റ് അതിന് അനുയോജ്യമായ വലിപ്പത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം പ്ലാന്റുകളിൽ നിന്നും സംസ്കരണം കഴിഞ്ഞ് പുറത്തു വരുന്ന സ്ലറിക്ക് ഏകദേശം ഒരു സ്ട്രോങ് കോഫിയുടെ കളറായിരിക്കും. അതല്ല, ആ പ്ലാന്റിന് അതിൻ്റെ സംസ്കരണ ശേഷിയിൽ കൂടുതലാണ് ജൈവ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ അതിൽ നിന്നും വരുന്ന സ്ലറിക്ക് മഞ്ഞ കളറിൻ്റെ അംശം കൂടുതലായിരിക്കും. ഇത് പ്രത്യക്ഷത്തിൽ ഒരു ഗുണഭോക്താവിന് ആ പ്ലാന്റിൽ നിന്ന് വരുന്ന സ്ലറിയുടെ ഗുണമേന്മ വളരെ വേഗം മനസ്സിലാക്കാൻ ഈ കളർ ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. പരമാവധി തെളിഞ്ഞ് കോഫി ബ്രൗൺ കളറിൽ ആണ് സ്ലറി പുറത്തു വരുന്നതെങ്കിൽ ആ പ്ലാന്റിൽ കാര്യക്ഷമമായി ജൈവമാലിന്യം സംസ്കരണം നടക്കുന്നുവെന്നും ഏറ്റവും ഗുണമേന്മയുള്ള സ്ലറിയാണ് പുറത്തു വരുന്നതെന്നും മനസ്സിലാക്കാം. ഇത്തരത്തിൽ പുറത്തു വരുന്ന കോഫി ബ്രൗൺ കളറോട് കൂടിയ സ്ലറിയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് തന്നെ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിച്ചാലും ചെടികൾക്ക് മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ മഞ്ഞ നിറം കലർന്ന സ്ലറിയാണ് പുറത്തു വരുന്നതെങ്കിൽ അതിൽ 4-5 മടങ്ങ് വെള്ളം കൂടെ ചേർത്ത് ചെടികൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇപ്പോൾ ബ്രൗൺ കളറിലുള്ള സ്ലറിയാണ് ലഭിക്കുന്നതെങ്കിലും അത് വെള്ളത്തിൽ കലർത്തി ഉപയോഗിക്കുന്നത് കൊണ്ട് അപാകതയൊന്നുമില്ല. കൂടുതൽ സസ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ അത്രയും സ്ലറി ശരിയായ വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഞ്ഞ കലർന്ന കളറിലുള്ള സ്ലറിയാണ് പ്ലാന്റിൽ നിന്ന് സംസ്കരണം കഴിഞ്ഞ് പുറത്തു വരുന്നതെങ്കിൽ അതിലൊരു 4-5 മടങ്ങ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ കോഫി ബ്രൗൺ അല്ലാത്ത കളറിൽ വരുന്ന സ്ലറിക്ക് ആസിഡ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അത് ഡയറക്റ്റായിട്ട് ചെടികൾക്ക് ഉപയോഗിച്ചു കൊടുത്താൽ ചില സാഹചര്യങ്ങളിൽ ചെടികൾ കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കലർത്തി ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഏതൊക്കെ തരം ചെടികൾക്ക് ഈ സ്ലറി ഉപയോഗിക്കാമെന്ന് പരിശോധിച്ചാൽ എല്ലാ തരം സസ്യങ്ങൾക്കും ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന സ്ലറി ഉപയോഗിക്കാവുന്നതാണ്. അത് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാം, അലങ്കാര സസ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഫലവൃക്ഷങ്ങൾ, തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾക്കും ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന സ്ലറി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് പരമാവധി വീട്ടുവളർപ്പിൽ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളവർ ഈ സ്ലറി ഉപയോഗിച്ച് ഗുണമേന്മയുള്ള ജൈവ പച്ചക്കറികളും ഫലങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ബയോഗ്യാസ് പ്ലാന്റ് കൂടുതൽ ലാഭകരമായി പ്രവർത്തിപ്പിക്കുന്നതിന് സാധിക്കും. ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി ജൈവ വളമായി മാത്രമല്ല ഉപയോഗിക്കാവുന്നത്. അത് ഈ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെടുന്ന കീടങ്ങൾ ചെടിയെ ആക്രമിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയും. അതിൻ്റെ ഫലമായിട്ട് ബയോഗ്യാസ് സ്ലറി ഒരു ഇൻസെക്റ്റ് റിപ്പലൻ്റായും പ്രവർത്തിച്ചു വരുന്നു. അതായത് ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്ന സ്ലറി നേർപ്പിച്ച് ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പല തരത്തിലുള്ള കീടങ്ങളും ചെടികളെ ആക്രമിക്കുന്നത് തടയുന്നതിന് സഹായകരമാണെന്നാണ് കഴിഞ്ഞകാല പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് കൂടാതെ ഒരു സോയിൽ കണ്ടീഷണറായും ബയോഗ്യാസ് സ്ലറി ഉപയോഗിച്ചു വരുന്നു. സോയിൽ കണ്ടീഷണർ എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ബയോഗ്യാസ് സ്ലറി ഉപയോഗിക്കാം. ബയോഗ്യാസ് സ്ലറി ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ വെള്ളം കൂടുതൽ സംഭരിച്ച് വയ്ക്കുന്നതിനുള്ള ക്ഷമത, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുന്നതായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ട് സ്ലറി ജൈവവളമായി മാത്രമല്ല ഉപയോഗിക്കാൻ കഴിയുന്നത്, കീടനാശിനിയായും അല്ലെങ്കിൽ കീടങ്ങളെ അകറ്റി നിർത്തുന്നതിന് ചെടികളിലേക്ക് തളിച്ചു കൊടുക്കുന്നതിനും മണ്ണിൻ്റെ വളക്കൂറ് അല്ലെങ്കിൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ബയോഗ്യാസ് സ്ലറി ഉപയോഗിച്ച് വരുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബയോടെക്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടെക്നിക്കൽ എക്സ്പെർട്സ് ആവശ്യമായ സാങ്കേതിക വിവരങ്ങൾ നൽകുന്നതായിരിക്കും. താങ്ക് യു.